കട്ടനും മട്ടനും. അപ്പോൾ നമ്മളിനി പിച്ചാൻ പോകുന്നത് നമ്മളുടെ പുതിനയിലാണ്. പുതിനയില എവിടെ നമുക്കതിന് തപ്പാം. എനിക്കും കറക്റ്റ് അറിയില്ല അവിടെ. നിങ്ങൾ എവിടെയെങ്കിലും പുതിനയില കാണുന്നുണ്ടെങ്കിൽ തംസപ്പ് ഇടുക. ഇവിടെ നേരെ പോയി റൈറ്റ്. എന്താണ്? ഇത് തന്നെ സാധനം. ഇതാണ് പുതിനയില. ഇപ്പോൾ ഒരു 1 2 3 4 5 5 മതിയാവില്ലേ? 5. ഇനി നമുക്ക് വേണ്ടത് ഒരു പാനാണ്. പാൻ നമ്മൾ എടുത്തിരിക്കുന്നു. എന്തിനാണ് വെള്ളമൊക്കെ എടുത്ത് ചൂടാക്കാൻ വേണ്ടി. പാനിൽ വെള്ളം ഒഴിച്ചു. തീയൊക്കെ നല്ല സൂപ്പറായിട്ട് കത്തിച്ച് തീയൊക്കെ ആൾ കത്തുന്നുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പിച്ച് പുതിനയിലയായിട്ട് കഴുകി വന്നിട്ടുണ്ട്. ഇനി വെള്ളം ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് പുതിനയില അതിലേക്ക് ഇടാം ഗായ്സ്. വെള്ളം നല്ലപോലെ തിളയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തീയൊക്കെ നല്ല നീല കളറിൽ കത്തി ജ്വലിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴുകി വെച്ച പുതിനയില കയ്യിലെടുത്തിട്ട് നൈസായിട്ട് ഓരോന്നോരോന്നായിട്ട് ആ ചൂട് വെള്ളത്തിലേക്ക് അങ്ങ് ഇറക്കി വേവിക്കുക. ഇപ്പോഴാണ് ശരിക്കും ഇതൊരു പച്ച വെള്ളമായത്. കുറച്ച് തേയിലപ്പൊടി കൂടി ഇട്ടപ്പോൾ നല്ല കട്ടൻ ചായ രൂപത്തിൽ നമ്മുടെ പ്രിപ്പറേഷൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് പുതിന ഇട്ടുകൊണ്ടുകൊണ്ട് നല്ല കിടിലൻ മിൻറ്റ് ബ്ലാക്ക് ലൈം ടീ ആയി മാറിയിട്ടിരിക്കുന്നു. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അടുത്ത ഘട്ടം ഇതാണ് ഗായ്സ്, നമ്മുടെ തേയിലപ്പൊടി നല്ല തേയില രൂപത്തിലിരിക്കുന്നത് കൊണ്ടാണ് തേയിലപ്പൊടി പേര് വന്നത് ആർക്കെങ്കിലും അറിയാമോ? അടുത്തതായി നമ്മൾ സ്വന്തം പഞ്ചാരക്കൂട്ടനെ എടുത്തിരിക്കുകയാണ് ഗായ്സ്. പഞ്ചാരക്കൂട്ടൻ നമുക്ക് ഇവിടെ എടുക്കേണ്ടത് ഗ്ലാസ് എടുക്കുക. ഗ്ലാസ് എടുത്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ വെക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് പഞ്ചസാര തട്ടി ഇതിലേക്ക് ഇടുക. നല്ല കിടിലൻ ടേസ്റ്റി കട്ടൻ വിത്ത് മിൻറ്റ്. ഇറ്റ്സ് റെഡി ടു സർവ് ഗായ്സ്. ലെറ്റ്സ് ടേസ്റ്റ്. കിടിലൻ ഗൈസ്, കിടിലൻ. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അഥവാ കുറച്ച് പഞ്ചസാര മിക്സ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ കുറച്ച് വിരലുകൾ ഇടുക, കറക്കുക. ഇപ്പോൾ സൂപ്പറായിട്ട് മിക്സ് ആയിട്ടുണ്ട്.